അങ്ങനെ മൂന്നാമത്തെ ദിവസം നമ്മൾ 11 അൺലോഡിങ്ങിനകത്ത് ബാക്കി 4 അൺലോഡ് ചെയ്യാൻ രാവിലെ എടുത്തതാണ്. പക്ഷേ തൊട്ടത് മൊത്തം കാലക്കേടുകളായിരുന്നു, ഒന്നിനൊന്നിന് പ്രശ്നങ്ങളായിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്തൊരു ദിവസമില്ലായിരുന്നു. ലോഡ് പ്രോപ്പറായിട്ട് കയറ്റാഞ്ഞതുകൊണ്ട് കാരണം ഒരു സൈഡിലെ സപ്പോർട്ട് പോയപ്പോഴത്തേക്കും ലോഡ് ഒരു സൈഡോട്ട് നീങ്ങിപ്പോയി, അപ്പുറത്തെ സൈഡ് എം ടി ആയിട്ടിരുന്നായിരുന്നു. പിന്നെ ട്രക്ക് ടേണിങ് തിരിഞ്ഞപ്പം സപ്പോർട്ടിംഗ് ബാർ അതങ്ങ് പൊട്ടിപ്പോയി. മിക്ക കർട്ടൺ ട്രെയിലറിൻ്റെയും സപ്പോർട്ടിംഗ് ബാർ പലകയായിരിക്കും. റോഡിൽ വീണിട്ട് വല്ല ആൾക്കാരുടെയോ അല്ലെങ്കിൽ വണ്ടിയുടെ പുറത്ത് വീണിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമായാണ് ഇവിടുത്തെ ജോലി. 8ാമത്തെ സൈറ്റ് നമ്മളൊരു ഷോപ്പിലോട്ടാണ് പോയത്. 15 അടി നീളമുള്ള വണ്ടി പോകുന്നിടത്തോട് 40 അടി വണ്ടി പോയാൽ എന്തായിരിക്കും അവസ്ഥ? ആ അവസ്ഥയായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് 9ാമത്തെ സൈറ്റ് എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കുള്ള ഒറ്റ പാലറ്റ് ഇറക്കാൻ വേണ്ടിയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഓഫീസിൽ ആരുമില്ല. അവസാനം അവിടെ സൈഡിൽ വേറെ കെട്ടിടത്തിൻ്റെ അവിടെ വർക്ക് കിടക്കുന്ന അവർ പറഞ്ഞു അപ്പുറത്തെ സൈഡിൽ വേറെ വർക്ക് കിടക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു വണ്ടി ചെല്ലുമെന്ന് പറഞ്ഞു. ആ വണ്ടിയൊക്കെ തിരിയുന്നു, ട്രെയിലറൊക്കെ തിരിയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നത് ട്രെയിലറും കൊണ്ട് ഞാൻ ചെന്നിട്ട് ഏറ്റവും അവസാനം തിരിക്കാൻ പറ്റാതെ ഞാൻ ഫ്രണ്ടിലോട്ട് പോയി ഒരു 10-600 മീറ്റർ. അവിടെ ചെന്നപ്പോൾ പാർക്കിങ്, പിന്നെ ഒട്ടും തിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അവസാനം 600 മീറ്റർ, ഏകദേശം 1/2 കിലോമീറ്റർ ഞാൻ റിവേഴ്സ് പോയിട്ട് മെയിൻ റോഡിൽ. ഇവിടുത്തെ ആൾക്കാർ പിന്നെ സഹകരിക്കും, വലിയ വണ്ടി തിരിയാൻ നിന്ന് കഴിഞ്ഞാൽ അവർ നിർത്തി തരും. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ആ സൈറ്റിൽ ആ സാധനം റിസീവ് ചെയ്യാൻ ആളില്ലായിരുന്നു. അവസാനം അത് പിന്നെ ഇറക്കാതെ പിന്നെ അടുത്ത 10ാമത്തെ സൈറ്റിലോട്ട് പോയി. 10ാമത്തെ സൈറ്റ് മാനിൻ്റെ ഷോറൂമായിരുന്നു. മാനിൻ്റെ ഷോറൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് ബോർഡറായിരുന്നു. സ്വിറ്റ്സർലൻഡ് നമുക്ക് അങ്ങനെ കയറാൻ പെർമിഷൻ ഇല്ല. അവിടത്തേക്ക് ലോഡുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കയറത്തുള്ളൂ. കയറുവാണെങ്കിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് നല്ല പേപ്പർ വർക്കുണ്ട്. അത് 2-3 മണിക്കൂറത്തെ നമ്മൾ അതിൻ്റെ പുറകെ തന്നെ നിൽക്കേണ്ടി വരും. അതുപോലെ നമ്മൾ എൻട്രി ചെയ്യുമ്പം കിലോമീറ്റർ കൊടുക്കണം, അതുപോലെ എക്സിറ്റ് അടിക്കുമ്പോഴും കിലോമീറ്റർ കൊടുക്കും. എന്നിട്ട് അത്ര കിലോമീറ്റർ ഓടിയെന്നുള്ളതിനനുസരിച്ചാണ് അവർ റോഡ് ടാക്സ് ഈടാക്കുന്നത് കാർഡിനകത്തുനിന്ന്. അതുമല്ല ബാക്കിയുള്ള യൂറോപ്പ് രാജ്യങ്ങളിലെ പോലെ കാട്ടി അല്ല, അവിടെ ടാക്സ് കൂടുതലാണ്. അതുപോലെ യൂറോപ്യൻ യൂണിയനകത്തുനിന്ന് സ്വിറ്റ്സർലൻഡ് പുറത്തു പോയതുമാണ്. നമ്മൾ ജർമ്മനിക്കൂടെ ഓടുന്നെങ്കിലും സ്വിറ്റ്സർലൻഡിൻ്റെ ബോർഡർ ആയതുകൊണ്ട് സ്വിറ്റ്സർലൻഡിൻ്റെ എല്ലാ പ്രകൃതി രമണീയമായ കാഴ്ചകളും ഈ ഒരു ബോർഡർ ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. കെട്ടിടങ്ങളാണെങ്കിലും ക്ലൈമറ്റ് ആണെങ്കിലും എല്ലാം അതുപോലെ തന്നെ. അത്യാവശ്യം മൂടലും മഴയുള്ള സമയത്താണ് ഞാൻ ഈ ലാസ്റ്റ് സൈറ്റിലേക്ക് പോയത് തന്നെ. ഇപ്പോൾ ഒരു ക്യാമറ നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കൊണ്ട് വെക്കുന്നതല്ല, ഓരോരുത്തർ ഈ മോട്ടറൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇത്ര മാസത്തേക്ക് എടുത്തുകൊണ്ട് വരുന്നതാണ്. എന്നിട്ട് അതിനകത്ത് അന്നേരം ഇവർ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെക്കും. വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് അടിക്കുന്ന എത്ര രൂപ എങ്ങാണ്ട് ഗവൺമെൻറ് അടച്ചത്, ബാക്കി